ഹലോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ സൺഡേ ആണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു മോർണിംഗ് ടു ഈവനിങ് ഫുഡ് വ്ലോഗ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്നലെ രാത്രി തന്നെ വലിയ പ്ലാനിങ് ആയിരുന്നു. പക്ഷേ അലാറം അതിൻ്റെ ജോലി ചെയ്തു, ഞാൻ എൻ്റെ ജോലി ചെയ്ത് വീണ്ടും ഉറങ്ങി. കണ്ണ് തുറന്നപ്പോഴേക്കും മോർണിംഗ് വ്ലോഗ് ഏകദേശം ആഫ്റ്റർനൂൺ വ്ലോഗ് ആകാനുള്ള അവസ്ഥയായി. എന്തായാലും ഇനി കിട്ടിയ സമയം കൊണ്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്ന് തീരുമാനിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന പേരിൽ ഒരു ഏത്തക്കയും ഒരു മുട്ടയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും കുക്കർ പിന്നിൽ നിന്ന് വിസിലടിച്ച് ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് മനസ്സിലൊരു ഐഡിയ വന്നത്. വൻപയർ തോരൻ, രസം, പിന്നെ ഓംലേറ്റ്. ആഹാ, എന്തൊരു കോമ്പിനേഷൻ! മെനു ഫിക്സ് ആയതോടെ നേരെ കുക്കിങ്ങിലേക്ക്. ഇത്രയും നേരം കുക്കറിൽ കിടന്ന് ജോലി ചെയ്ത ചോറിനെ ബഹുമാനത്തോടെ സൈഡിലേക്ക് മാറ്റിവെച്ച് ഇനി ബാക്കിയുള്ള ഐറ്റങ്ങൾ റെഡിയാക്കാം. വൻപയർ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരുന്നു. അത് വേകുന്ന സീൻ എടുക്കാൻ വിട്ടുപോയി. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായാൽ കടുക് പൊട്ടിക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് നല്ല മണം വന്നു തുടങ്ങുമ്പോൾ നേരത്തെ വേവിച്ചു വെച്ച വൻപയറും ചേർത്ത് ഒന്നുകൂടി ഇളക്കാം. അടുത്തത് തോരൻ്റെ ഹൈലൈറ്റായ അരപ്പ് തയ്യാറാക്കാം. അതിന് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. ഇനി ഈ അരപ്പ് വൻപയറിലേക്ക് ചേർത്ത് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ശേഷം 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അത്രേയുള്ളൂ, നല്ല നാടൻ സ്റ്റൈലിലുള്ള വൻപയർ തോരൻ റെഡി. ഒരു കാര്യം പറയാൻ മറന്നു ഗൈസ്, കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. ഇനി നമ്മുടെ സിമ്പിൾ രസം റെഡിയാക്കാം. ആദ്യം കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അധികം പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ചതച്ചാൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായാൽ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിനു ശേഷം ചതച്ചു വെച്ച് വെളുത്തുള്ളി ചേർത്ത് പച്ചമണം മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നന്നായി വഴറ്റാം. വെളുത്തുള്ളി റെഡിയായാൽ അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും 2 ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു വരുന്നവരെ ഒന്ന് ക്ഷമയോടെ ഇളക്കി കൊടുക്കാം. ഇനി 2 സ്പൂൺ രസപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർക്കാം. എല്ലാം നന്നായി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ലപോലെ തിളച്ചു വരട്ടെ. നല്ല തിള വന്നാൽ ഒന്ന് ഇളക്കി തീ കുറച്ച് 1 മിനിറ്റ് കൂടി മൂടി വെച്ച് ചൂടാക്കിയെടുത്താൽ നമ്മുടെ സിമ്പിൾ രസം റെഡി. പുളിയുമില്ല, മല്ലിയിലയില്ല ഗൈസ്. എന്നാലും വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് തട്ടിക്കൂട്ടിയത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഓക്കെ, സ്മെല്ലും വരുന്നുണ്ട്. ഇനി അടുത്തത് നമ്മുടെ മെയിൻ ഐറ്റം ഓംലേറ്റ്. അതിനായി 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി മുട്ട പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ പാനിലേക്ക് ഒഴിക്കാം. ഒരു വശം നന്നായി വെന്ത ടേസ്റ്റിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് പതുക്കെ മറിച്ചിട്ട് മറ്റേ വശവും വേവിച്ചെടുക്കാം. അങ്ങനെ ചൂടായ നമ്മുടെ സിമ്പിൾ ഓംലേറ്റ് റെഡി. ഇനി എല്ലാം കൂടി പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇനി ചൂട് ചോറിലേക്ക് കുറച്ച് രസം ഒഴിച്ച് വൻപയർ തോരനും സാലഡും ഓംലേറ്റും കൂട്ടി ഒരു പിടി കഴിക്കാം. സൂപ്പർ! ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ഗൈസ്, എൻ്റെ മോർണിംഗ് ടു ഈവനിങ് ഫുഡ് വ്ലോഗ് എന്ന വലിയ പ്ലാൻ അവസാനം എൻ്റെ മടിയുടെ കാരണത്താൽ മോർണിംഗ് ടു ആഫ്റ്റർനൂൺ ഫുഡ് വ്ലോഗായി മാറി. എന്തായാലും ആദ്യത്തെ ഫുഡ് വ്ലോഗ് ആയതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.